BJP നയിക്കുന്ന NDA ഗവൺമെൻറ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ വിജയിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമായിരുന്നു. ഇൻഡെക്സ് 1.32% ഉയർന്ന് 24,221 ക്ലോസിംഗ് നൽകി. ഒട്ടുമിക്ക സെക്ടറുകളിലും ഇന്ന് പോസിറ്റീവ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് PSU ഇൻഡെക്സ് ആണ്. ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ ഗവൺമെൻറ് മഹാരാഷ്ട്രയിൽ ഫോം ചെയ്തത് ഇൻഫ്രാസ്ട്രക്ചർ, അർബൻ ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ സെക്ടറുകൾക്ക് ബൂസ്റ്റ് നൽകിയേക്കും എന്നുള്ള ഒപ്റ്റിമിസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് അവസാനിക്കുകയും ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബൈയിങ് സൈഡിലേക്ക് മാറുകയും ചെയ്തു. 24,050 എന്ന 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെയും ഇന്ന് ഡിസിസീവായി ക്രോസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് വരും സമയങ്ങളിൽ 24,500, 25,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് റെയിൽ സെക്ടർ. ടിറ്റാഗർ റെയിൽ സിസ്റ്റം 7.8%, ടെക്സ്മാക്കോ റെയിൽ 5%, റൈറ്റ്സ് 6.2%, റെയിൽടെൽ കോർപ്പറേഷൻ 8.8%, RVNL 4%, IRFC 3%, ഇർക്കോൺ ഇൻ്റർനാഷണൽ 4%-ഓളവും ഉയർന്നു. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ മികച്ച പെർഫോമൻസ് വന്നതിന് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം BJP നയിക്കുന്ന ഗവൺമെൻറ് മഹാരാഷ്ട്രയിൽ ഫോം ചെയ്തത് തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എക്സിസ്റ്റിംഗ് പോളിസികളുടെ കണ്ടിന്യൂഷൻ മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ലോക്സഭാ ഇലക്ഷന് ശേഷം മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഡിഫെൻസീവിലേക്ക് മാറുകയും FMCG, ഫാർമ തുടങ്ങിയ സെക്ടറുകളിലേക്ക് മാർക്കറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പക്ഷേ മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം മാർക്കറ്റ് അഗ്രസീവ് ആകാനും റെയിൽവേ, ഇൻഫ്ര, ബാങ്കിംഗ് തുടങ്ങിയ സെക്ടറുകൾ ഔട്ട്പെർഫോം ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. രണ്ടാമത്തേത് റെയിൽ സെക്ടറിലെ കമ്പനികൾക്ക് ലഭിക്കുന്ന സ്ട്രോങ് ഓർഡർ തന്നെയാണ്. റീസെൻ്റ്ലി RVNL എന്ന കമ്പനിക്ക് 838 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചത്. മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ ലൈനുകൾ സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡർ RVNL എന്ന കമ്പനിക്ക് ലഭിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് സെൻട്രൽ മെഡിക്കൽ സർവീസ് സൊസൈറ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്നിവയിൽ നിന്നും മാൻ പവർ ഔട്ട്സോഴ്സിംഗ് സർവീസിന് വേണ്ടി 9 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. റൈറ്റ്സ് എന്ന കമ്പനിക്ക് റെയിൽവേ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 531 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ IVR സ്റ്റേബിൾ ഔട്ട്ലുക്ക് നൽകി. ഈ പോസിറ്റീവ് ന്യൂസുകളുടെ ഇമ്പാക്റ്റാണ് ഇന്ന് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രതിഫലിച്ചത്. ഇവിടെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട തീം ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് RVNL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 4%-ഓളം ഉയർന്ന് 438 ക്ലോസിംഗ് നൽകി. 91,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.93. RVNL എന്ന കമ്പനിക്ക് ഇന്ന് ഏകദേശം 837 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഈസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കമ്പനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡറുകൾ ലഭിച്ചു. റീസെൻ്റ്ലി BSNLൻ്റെ സൈഡിൽ നിന്നും 5,000 കോടി രൂപയുടെ ഓർഡറാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഈ ഓർഡറുകളുടെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു. പ്രോഫിറ്റ് 394 കോടിയിൽ നിന്നും 286 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1.2%-ലേക്ക് ഇടിയുകയും കമ്പനിയുടെ EBITDA 9%-ഓളം ഇടിയുകയും ചെയ്തു. RVNL എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 420 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ 410 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്